നമ്മൾ ഒരുപാട് പേരുടെ യൂട്യൂബ് ലൈവിൽ ബ്ലൂ കൊടുക്കലും പിന്നെ അതേപോലെ മോഡറേറ്റർ ആക്സസ് കൊടുക്കലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ എന്താ സംഭവം എന്നുള്ളത്. പിന്നെ അതേപോലെ നമുക്ക് നമ്മുടെ ലൈവ് ചാറ്റ് എങ്ങനെ കുറച്ച് മാനേജ് ചെയ്യാം എന്നുള്ളതും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിതിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഫുള്ള് കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതേപോലെ മോഡറേറ്റർ ആക്സസിൽ 2 ടൈപ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഓൾ, അപ്പോൾ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ മോഡറേറ്റർ ആക്സസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ കമ്മ്യൂണിറ്റി മോഡറേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ മോഡറേറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. മാനേജിങ് മോഡറേറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സ്, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട് മോഡറേറ്റേഴ്സിൻ്റെ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ത്രൂ സെറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി എന്താണ് ഈ മോഡറേറ്റേഴ്സിൻ്റെ ഒരു റോള്, നമ്മുടെ യൂട്യൂബ് ലൈവിൽ എന്താണ് മോഡറേറ്റേഴ്സിൻ്റെ ഒരു റോള്, അതൊന്ന് ആദ്യം കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ പറയണത് യൂട്യൂബിൻ്റെ തന്നെ സൈറ്റ്സ് ത്രൂ നോക്കിയിട്ടാണ് കേട്ടോ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണത്. അതാണ് ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ മോഡറേറ്റേഴ്സിൻ്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ, മോഡറേറ്റേഴ്സ് ക്യാൻ ഹെൽപ്പ് ഹോൾഡ് ആൻഡ് മാനേജ് കമൻറ്റ്സ് ദാറ്റ് യൂസേഴ്സ് ലീവ്സ് ഓൺ വീഡിയോസ് ഓർ ദി മെസ്സേജസ് ദാറ്റ് പാർട്ടിസിപ്പൻറ്റ്സ് സെൻഡ് ഡ്യൂറിങ് യുവർ സ്ട്രീം ലൈവ് ചാറ്റ്. ഓക്കെ, അപ്പം ഈ മോഡറേറ്റർ നമ്മൾ ആക്സസ് കൊടുക്കുന്ന ആൾക്ക് നമ്മുടെ ലൈവ് ചാറ്റിൽ വരുന്ന മെസ്സേജസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വെൻ ക്രിയേറ്റേഴ്സ് ആഡ് എ മോഡറേറ്റർ ദേ ക്യാൻ ചൂസ് വെദർ ദേ ആർ എ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ഓർ എ മാനേജിങ് മോഡറേറ്റേഴ്സ്. അപ്പോൾ ഒരു യൂട്യൂബർ നമ്മുടെ ലൈവ് ചാറ്റിൽ ഒരു മോഡറേറ്ററിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം, അവരെ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആക്കണോ അതോ മാനേജിങ് മോഡറേറ്റർ ആക്കണോ എന്നുള്ള ഈ 2 ടൈപ്സ് ആണല്ലോ ഉള്ളത്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് മോഡറേറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പവർ നമ്മുടെ മാനേജിങ് മോഡറേറ്റേഴ്സിന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഗോ ടു ചാനൽ, യു ക്യാൻ ലേൺ അബൌട്ട് എ ലൈവ് ചാറ്റ് പാർട്ടിസിപ്പൻറ്റ് ബിഫോർ ടേക്കിംഗ് എ മോഡറേഷൻ ആക്സസ് ബൈ ഗോയിങ് ഡയറക്ട്ലി ടു ദർ ചാനൽ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആക്സസ് ഉള്ള ആൾക്ക് ഡയറക്ട്ലി വേറൊരാളുടെ, ഇപ്പോൾ നമ്മുടെ ലൈവിൽ ഒരു കമൻറ്റ് വരികയാണ്, ഡയറക്ട്ലി അവരുടെ ചാനലിൽ പോയിട്ട് ചെക്ക് ചെയ്യാം അത് ജെന്യൂൻ യൂസർ ആണോ എന്നുള്ള കാര്യങ്ങൾ, അതോ വേറൊരു യൂട്യൂബർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ഇതിൽ പ്രൊഫൈലിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആക്സസ് ഉള്ള ആൾക്ക്. പിന്നെ അതേപോലെ യു ക്യാൻ റിമൂവ് എനി inappropriate or potentially abusive or offensive content. When you delete a message, it's permanently removed from the live chat with any replies. സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിന് ഇപ്പോൾ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് വരികയാണ്, മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ലൈവ് ചാറ്റിൽ നിന്ന് അവർക്ക് അത് റിമൂവ് ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വെൻ യു ഹൈഡ് സമ്മൺ ഫ്രം ദി ചാനൽ ദെയർ ചാറ്റ് മെസ്സേജസ് ആൻഡ് കമൻറ്റ്സ് വിൽ നോ ലോങ്ങർ ബി വിസിബിൾ ടു അതർ യൂസേഴ്സ്. അതേപോലെ ഇപ്പോൾ ഒരു ഒഫൻസീവ് മെസ്സേജ് ഇടുന്ന ആളെ സ്റ്റാൻഡേർഡ് മോഡറേറ്ററിന് ആ ഒരു ചാനലിന് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ മെസ്സേജസ് ഒന്നും നമുക്കും നമ്മുടെ വ്യൂവേഴ്സിനും വിസിബിൾ ആവില്ല. അപ്പോൾ അതും ഒരു റോളാണ്. പിന്നെ യു ക്യാൻ ഷോ ഓർ ഹൈഡ് കമൻറ്റ്സ് ഓർ മെസ്സേജസ് ദാറ്റ് ഹാവ് ബീൻ ഹെൽഡ് ബേസ്ഡ് ഓൺ യുവർ കമ്മ്യൂണിറ്റി സെറ്റിങ്സ്. പിന്നെ നമ്മുടെ സെറ്റിങ്സിൽ നമ്മളിപ്പോൾ ഹോൾഡ് ഇൻഅപ്രോപ്രിയേറ്റ് മെസ്സേജസ് എന്നൊക്കെ പറഞ്ഞ സെറ്റിങ്സ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിന് ഈ ഹോൾഡ് ചെയ്തിൻ്റെ മെസ്സേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഹോൾഡ് ചെയ്ത മെസ്സേജ് ഹൈഡ് ചെയ്യണോ ഷോ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്ററിനായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും റോൾസാണ് ഒരു സ്റ്റാൻഡേർഡ് മോഡറേറ്ററിന് ചെയ്യാൻ പറ്റുക. ഓക്കെ, മാനേജിങ് മോഡറേറ്റേഴ്സ് ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്ററിൻ്റെ ഞാൻ ടാസ്ക് പറഞ്ഞല്ലോ, അതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ അവർക്ക് കുറച്ച് എക്സ്ട്രാ പെർമിഷൻസും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് മാനേജിങ് മോഡറേറ്റേഴ്സ് ക്യാൻ community default, you can turn on this feature to use technology to automatically detect spam messages. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഫീച്ചർ അവർക്ക് ഓൺ ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി നമ്മുടെ യൂട്യൂബ് തന്നെ കുറച്ച് മെസ്സേജസ് സ്പാം ആണോ അല്ലേ എന്നുള്ള ഡിറ്റക്ട് ചെയ്തിട്ട് കളയും. അപ്പോൾ ആ ഒരു ഫീച്ചർ അവർക്ക് കിട്ടും, അത് എനേബിൾ ചെയ്യാനുള്ളൊരു ഫീച്ചർ. പിന്നെ അതേപോലെ ടേൺ ലൈവ് ചാറ്റ് ഓൺ ഓർ ഓഫ്, യു ക്യാൻ ടേൺ ലൈവ് ചാറ്റ് ഓൺ ഓർ ഓഫ് അറ്റ് എനി ടൈം ഈവൻ ആഫ്റ്റർ ദി ഇവൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഒരു മാനേജിങ് മോഡറേറ്റേഴ്സിന് നമ്മുടെ ലൈവ് ചാറ്റ് ഓണോ ഓഫോ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ലൈവിലാണെങ്കിലും അവർക്ക് നമ്മുടെ ലൈവ് ചാറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലൈവ് ചാറ്റ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ലൈവ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാനേജിങ് മോഡറേറ്ററിന് ആ ലൈവ് ചാറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് മാനേജ് ആവുമല്ലോ, ഒരു അധികം ഒഫൻസീവ് മെസ്സേജസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ കുറച്ചൊന്ന് മാനേജ് ആവും, കൺട്രോൾ ആവും. അപ്പോൾ അതിനാണ് ഈ ടേൺ ലൈവ് ചാറ്റ് ഓൺ ഓർ ഓഫ് എന്നുള്ള ഫീച്ചർ.
പിന്നെ പാർട്ടിസിപ്പേഷൻ മോഡ്, യു ക്യാൻ ചേഞ്ച് പാർട്ടിസിപ്പേഷൻ മോഡ് ഇൻ ലൈവ് ചാറ്റ് ബൈ ചൂസിങ് സബ്സ്ക്രൈബർ ഓൺലി, മെമ്പർ ഓൺലി ഓർ ലൈവ് കമൻട്രി. അതേപോലെ മാനേജിങ് മോഡറേറ്റേഴ്സിന് പാർട്ടിസിപ്പേഷൻ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സബ്സ്ക്രൈബർ ഓൺലി, അപ്രൂവ്ഡ് യൂസർ ഓൺലി, അങ്ങനെ ഒരു 2-3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മെസ്സേജ് ഡിലേ, നമ്മുടെ മെസ്സേജസ്, നമ്മുടെ ലൈവ് ചാറ്റിൽ വരുന്നവരുടെ ഒരു മെസ്സേജ് കഴിഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് വേണം മറ്റ് മെസ്സേജ് വരാൻ എന്നുള്ളൊരു സെറ്റിംഗ് കൂടി ഉണ്ട്. അതിന് സ്ലോ മോഡ് എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ ഫീച്ചർ ഉള്ളത്. അപ്പോൾ അതും അവർക്ക് അതിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും മാനേജിങ് മോഡറേറ്റേഴ്സിന്. പിന്നെ ബ്ലോക്ക്ഡ് വേർഡ്സ്, യു ക്യാൻ ബ്ലോക്ക് ലൈവ് ചാറ്റ് മെസ്സേജസ് ദാറ്റ് കണ്ടെയ്ൻ ഓർ ക്ലോസ്ലി മാച്ച് സർട്ടൈൻ വേർഡ്സ്. അപ്പോൾ ബ്ലോക്ക്ഡ് വേർഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ വേർഡ്സാണ് ബ്ലോക്ക് ആയിരിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് മോഡറേറ്റേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും ഈ മാനേജിങ് മോഡറേറ്റേഴ്സിന്. യു ക്യാൻ ആഡ് ആൻഡ് റിമൂവ് അപ്രൂവ്ഡ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ അപ്രൂവ്ഡ് യൂസേഴ്സിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഉള്ളൊരു പെർമിഷനും കൂടി മാനേജിങ് മോഡറേറ്റേഴ്സിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്രൂവ്ഡ് യൂസേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇയാളൊരു ജെന്യൂൻ ആളാണ്, നല്ല മെസ്സേജസ് ആണ് എപ്പോഴും എല്ലാ ലൈവിലും ഇടുക. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ അപ്രൂവ്ഡ് യൂസേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മെസ്സേജസ് ഈ ഫിൽറ്റേഴ്സ് ത്രൂ പോവില്ല, അവരുടെ മെസ്സേജസ് ഡയറക്റ്റ്ലി ഷോ ആവും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിഡൻ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവിൽ പോകുമ്പോൾ ആൾക്കാരെ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യൂസേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈ ഹിഡൻ യൂസേഴ്സിൻ്റെ ഒരു ഇതിൽ കിട്ടും കേട്ടോ. അത്രയും ആൾക്കാർ നമുക്ക് ഈ ഹിഡൻ യൂസേഴ്സിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. പിന്നെ സെയിം പേജിലൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലോക്ക്ഡ് വേർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കൊരു ഒഫെൻസീവ് മെസ്സേജിൽ വരുന്ന കുറച്ച് കീവേഡ്സ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് വരുന്ന മെസ്സേജസ് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ ഹെൽഡ് ഫോർ റിവ്യൂവിൽ ഇടും കേട്ടോ. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. അപ്പോൾ യൂട്യൂബ് ലൈവ് ചെയ്യണവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈവ് അത്രയും നമുക്ക് കുറച്ച് സേഫ് മോഡിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത്ര ഒരു ഒഫെൻസീവ് മെസ്സേജസ് വരാതെയും അങ്ങനെയൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാം. മോഡറേറ്റർ ആക്സസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം കുറേ പേർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അൺട്രസ്റ്റഡ്, നമുക്ക് അത്രയും ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ നമ്മൾ മോഡറേറ്റർ ആക്സസ് കൊടുത്തു എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോയൽ ഓഡിയൻസിനെ അവർക്ക് ബാൻ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈവിൽ നിന്ന്. പിന്നെ സ്പാം ചെയ്യാൻ പറ്റും. നല്ലൊരു മെസ്സേജ് ആണെങ്കിലും ആ ഒരു ചാറ്റിനെ സ്പാം ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ചാറ്റ് സെറ്റിങ്സിൽ കളിക്കാൻ പറ്റും, ലൈവ് ചാറ്റ് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റുള്ള ആളെ നമ്മൾ ലൈവിൽ മോഡറേറ്റർ ആക്സസ് കൊടുക്കുക, പ്രത്യേകിച്ച് മാനേജിങ് മോഡറേറ്റർ കേട്ടോ. ഒരു വലിയ യൂട്യൂബറാണ്, ഒരുപാട് ഓഡിയൻസിനെ ലൈവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റർ ആക്സസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരാൾക്ക് തന്നെ ചാറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ചെറിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റർ ആക്സസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ടൈം ഔട്ട് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ പറ്റും. ചെറിയൊരു യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ അത്ര ഒരു ഓഡിയൻസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ലൈവിൽ പോകുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ മോഡറേറ്റർ ആക്സസ് ഇപ്പോൾ കൊടുക്കാറില്ല. കാരണം എനിക്ക് തന്നെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ലൈവിൽ അത്ര പേരൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നെ സ്വന്തമായിട്ട് എൻ്റെ ചാറ്റ് മാനേജ് ചെയ്യാം. അപ്പോൾ അത് കാരണം ഞാൻ മോഡറേറ്റർ ആക്സസ് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ സെക്കൻഡ് കേസ്, അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ. ഇപ്പോൾ ചില ലൈവിൽ ആൾക്കാർ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരിക ഈ ലൈവിൽ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു മോഡറേറ്റർ ആക്സസ് കൊടുക്കുന്നത് നല്ലതാവും. കാരണം കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചാറ്റ് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ അതേപോലെ തേർഡ് സിനാരിയോ വരുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു യൂട്യൂബർ ഒരു ടീച്ചിങ് യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവ് ചാറ്റും പിന്നെ അതേപോലെ ലൈവ് കണ്ടക്ട് ചെയ്യാനും രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഒരു മോഡറേറ്റർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ അവർക്ക് ഈ ലൈവ് ചെയ്യണ ആളുടെ ബിഹാഫിൽ ലൈവ് ചാറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സിനാരിയോയിലും മോഡറേറ്റർ ആക്സസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു 3 സിനാരിയോ ആണ് കേട്ടോ ഇത്. മോഡറേറ്റർ ആക്സസിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.